ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ നമുക്ക് എങ്ങനെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു സംഭവം കൂടി കാണിച്ചു തരാം. ഞാൻ ഒരു അപ്ഡേറ്റ് ആക്കിയിട്ട് ഒരു സംഭവം ആക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ലൈറ്റ് മോഡും കാര്യങ്ങളൊക്കെ ഫുള്ളി ചേഞ്ചായി. അപ്പോൾ അത് പ്രത്യേകിച്ചിട്ട് വേറെ കാര്യമാണ്. അപ്പം നമുക്ക് ഇപ്പം പോകേണ്ട സ്ഥലം ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇൻട്രോ ഇപ്പം തന്നെ പറയാം. അപ്പം ചെയ്യേണ്ട പരിപാടി വെച്ചാൽ നമ്മുടെ അന്ന് ഒരു സ്ഥലത്ത് പോയിട്ടില്ലേ, അവിടെ ഒന്നും കൂടി ഒന്ന് മാപ്പൊന്ന് പൊന്തിച്ച് കാണിച്ചു തരാം. ഇസ്താന ദുബുലുബു കാണുന്നില്ലേ, ആടം വരെ പോകണം. അതിൻ്റെ പണിയാണ് ഇപ്പം പോകുന്നത്. അപ്പം ആടം വരെ പോവാം, ഭയങ്കര സ്പീഡിൽ പോകണം. അപ്പം ഈ വണ്ടി വയനാടിൻ്റെ ബസ്സാണ്. അപ്പം വയനാടിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഐഷു ഗെയിമിങ് ഒരു ഗെയിമർ ഇട്ടിട്ടുണ്ട്. അപ്പം അവരുടെ വീഡിയോ കയറിയിട്ട് നിങ്ങൾ നേരത്തെ പോവാം. അപ്പോൾ കിട്ടും നിങ്ങൾക്ക് നല്ല ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ പക്ക റിലീസ്ഡ് സാധനമാണ്. പിന്നെ നമ്മുടെ ഗെയിം കുറച്ച് മാറ്റമുണ്ടോ ചോദിച്ചാൽ നല്ല മാറ്റമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ഓൾഡ് വെർഷൻ APK ആക്കിപ്പോയി. അതായത് ഞാൻ OBB ഫയൽ കിട്ടാൻ വേണ്ടി ഞാനത് പലതും ചെയ്തു പോയി. അതിൽ പെട്ടൊരു പണിയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഞാൻ വന്ന വഴിക്ക് ഇങ്ങനെ പോവാം. ഇങ്ങോട്ടൊന്ന് കയറാം. ഈസിയാണ് ചങ്ങായി. ഇനി ഇങ്ങോട്ട് ഓക്കെ. അപ്പം ഇത് കുറച്ച് അരിയത്താം. പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, നല്ല കറങ്ങുന്ന സ്പോട്ടാണ്. അമ്മനെ സ്ട്രൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മാളിന് ശേഷം അവിടെ കനാനിസ് റൈറ്റ് പറഞ്ഞ ആ സ്ഥലമുണ്ട്, അവിടെ പോകണം. ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം വണ്ടി ഫുള്ളൊന്ന് പോളിഷ്ഡ് വണ്ടിയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, KSRTC ടീം ഇറക്കിയ വണ്ടിയായതുകൊണ്ട്. പിന്നെ വാട്ടർഫോള് എന്താണ് ഇതിൻ്റെ അകത്ത് ചോദിച്ചാൽ, സംഭവം വെച്ചാൽ ഇതിൻ്റെ അകത്താണ് നമ്മുടെ വാട്ടർഫോൾ കിടക്കുന്നത്. അക്ഷരം കുറച്ച് പോകണം. അപ്പം യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. ഈ സ്ഥലത്ത് വരുമ്പം കുറച്ച് ഇതാണ് അവിടെ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇതിൻ്റെ അകത്തുനിന്നാണ്. സ്റ്റണ്ട്സിൻ്റെ ഈ റൂട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഹിഡൻ ആക്കിയിട്ട് ഇടണം, എന്നാലേ വർക്കാവുള്ളൂ. മോനെ അള്ളാൻ്റെ കഫൂറ വണ്ടി ഇപ്പോൾ പോകുന്നുണ്ട്. നമുക്കിങ്ങനെ കുളച്ച് പിടിക്കാം, സൈഡാക്കി. ഇപ്പം വൈപ്പറൊന്നും ഇട്ടിട്ട് ഇനി ശ്രദ്ധിക്കേണ്ട പരിപാടി ഞാൻ കാണിച്ചു തരാം. ഒന്നാവില്ല. ഇതിപ്പം സീറ്റർ ഞാൻ പറഞ്ഞുതരാം, 50 സീറ്ററാണ്. അപ്പം ഇപ്പം ഇതിലോട്ട് കയറിയിട്ടുണ്ട ഇതിൽ ഞാൻ ഇപ്പം ഇന്നാണ് ശ്രദ്ധിച്ച് നിങ്ങളെ വെറുതെ കളിക്കുന്ന ടൈം. അപ്പം അവിടെ വാട്ടർഫോളും നല്ല ഫോട്ടോ സെഷനാണ്. നൈറ്റ് ടൈമൊക്കെ വന്നിട്ട് വാട്ടർഫോളും കാര്യങ്ങളും ആതിരപ്പള്ളി വാട്ടർഫോളാണ് ഉള്ളത്. പ്രത്യേകിച്ചിട്ട് വേറെ കാര്യം, ഭയങ്കര ഹാർഡാണ്. വലിയ വണ്ടിയൊന്നും എടുക്കണ്ട. ഞാൻ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല വണ്ടിയാണ്. അത് വിചാരിച്ചിട്ട് എടുത്താ ഇത്രക്ക് പണി കിട്ടും ഞാൻ വിചാരിച്ചിട്ടില്ല. ഭയങ്കര ടഫ് കേട്ടോ. കണ്ട കഴിഞ്ഞു ഇടംപേര റൂട്ട്. നമുക്കിപ്പം വളച്ചാട്ടം എവിടെയാ ചോദിച്ചാൽ ഇതാണ് ചെയ്യേണ്ടത് അറിയാം. ആ പാലത്തിന് മേലെ വന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് ഫ്രണ്ടോട്ട് ചെയ്ത് ഫുള്ളി റിവേഴ്സ് എടുക്കാം. പ്രത്യേകിച്ച് ഈ സ്ലോപ്പിൽ ആരെയും വണ്ടി എടുക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് ഇതെടുക്കണ്ട. കുറച്ച് ടൈമുണ്ട്. സംഭവം വെച്ചാൽ ഫുള്ളി ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നൈറ്റ് മോഡിലിട്ടിട്ട്
വണ്ടി പവറാണോ സെറ്റാണോ എന്ന് ഞങ്ങൾക്ക് കുറച്ച് വയനാടിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്, ഒന്നും തട്ടൂല, തട്ടുന്ന കാര്യം ഉറപ്പല്ല, തട്ടുകയും ചെയ്യില്ല. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയാം, ഒരു വണ്ടിയുണ്ട്, ആ വണ്ടി എടുത്തിട്ട് അത്യാവശ്യം ചെറിയ വണ്ടി എടുത്താൽ മതി. വലിയ വണ്ടി എടുത്താൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഒക്കെ വരും. അള്ളാൻ്റെ കഫൂറ് നല്ല പണി കിട്ടും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഭയങ്കര പണിയുണ്ട്. ഇപ്പം റിവേഴ്സ് എടുക്കുക, അതിരപ്പള്ളി വെള്ളച്ചാട്ടം എത്തി. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പെട്ട്. ട്രക്കിനെ വേണമെങ്കിൽ വിളിച്ചോ, പക്ഷേ നിങ്ങൾ വെള്ളച്ചാട്ടം കാണാനായിട്ട് ഇടം വരെ കയറണ്ട, നിങ്ങൾ വീഡിയോ ഫുള്ളും കാണണ്ടല്ലേ. നമുക്കിപ്പം റിവേഴ്സ് ഭയങ്കരമായിട്ട് എടുക്കണം. ഇപ്പം എങ്ങനെ ഇരിക്കണ്, വണ്ടി ഫുള്ള് ബ്ലോക്കായി. അത് എനിക്ക് കുറച്ച് ഫ്രണ്ട് കിട്ടോ കാണിച്ചടാ. എങ്ങനെ ഇരിക്കുന്നു. അടുത്ത പ്രശ്നം എന്താ വെച്ചാൽ, അടുത്ത പ്രശ്നം നമുക്ക് ഈ ലാഗും ഇതും സിസ്റ്റമൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് റോഡായിരിക്കും എടുക്കുമോ പറഞ്ഞാൽ. ഇപ്പം ഓക്കെ, ഇപ്പം ഓക്കെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം എത്തി. ഓക്കെ, ഇനി വണ്ടി എവിടെ വെക്കണം, പാർക്ക് ചെയ്യണം, ഞാൻ ഒന്ന് ഇനി കാണിച്ചു തരാം. അപ്പം എന്തായാലും തമ്പനയിൽ വെക്കുന്ന രീതിയിൽ തന്നെ എങ്ങനെയാണ് വെക്കുക. അപ്പം വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടവും അപ്പം നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. നമുക്ക് വണ്ടിയിൽ നിന്ന് ഈ മതിൽ കാണാം. അപ്പം ഈ നൈറ്റ് നമുക്ക് കുറച്ച് താപ്പണം. അപ്പം താപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫുൾ കയറാം. ശ്രമിച്ചു നല്ലോണം ശ്രമിച്ചു. അപ്പം ഒരിക്കൽ ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ട് ഒരിക്കൽ ഞാൻ ഫുൾ ബ്ലോക്കായി. ഇനി അതായത് എൻ്റെ ഒരു ബെസ്റ്റ് ചങ്ങായിയുണ്ട്. അപ്പം ആളറിഞ്ഞ് ഭയങ്കര സ്ഥലമാണ്, ഭയങ്കര റിച്ച് ഫേമസ് സ്ഥലത്തിൽ നീ വന്ന് നോക്കുക. ഞാൻ പറഞ്ഞു ശരി. അവിടെ ഡിമാൻഡ് ആയിട്ടപ്പോഴത്തേക്കും നമ്മ മേടിച്ചു പോയി. അപ്പം ഞാൻ നോക്കാൻ പോയപ്പോൾ പിന്നെ ഒരു ദിവസം തീരുന്നത് ഈ പരിപാടി അങ്ങനെ ശരിയല്ല. കുറച്ച് വെള്ളച്ചാട്ടത്തിന് മേലുള്ള ഫോട്ടോ എടുത്ത് ഇനി നമുക്ക് വേറെ സ്ഥലം കൂടി ഉണ്ട്. അപ്പം ഞാൻ ഇനി വേറെ ഉണ്ടായിരുന്നു. അടിച്ച് മുട്ടും തോന്നുന്നു. പിന്നെ ഈ ട്രാവൽ എക്സിൻ്റെ വണ്ടീൻ്റെ മോഡ് ഞാൻ ഈ വീഡിയോ തന്നെ പറയും. അപ്പം അതേപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ സംഭവം കൂടി കിട്ടുമേ. അപ്പം അത് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇത് അടുത്ത വീഡിയോയിലിട്ടാൽ ഒന്ന് മോഡിൻ്റെ വീഡിയോ ആയിട്ട് ഇറങ്ങും വിചാരിക്കുന്നു. കുഴപ്പമില്ലല്ലോ. നമുക്ക് ഇപ്പം ടൈം അധികം കുറവാണ്. ബിക്കോസ് ടൈം ഞാനിപ്പം ഒരിടത്ത് പോകണം. അപ്പം അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് ഇപ്പം വേഗമുള്ള സ്ഥലം ഒരു വീഡിയോ ഇട്ടാലോ വിചാരിച്ചത്. ഇപ്പം കാർ സിമുലേറ്ററിൻ്റെ ഒരു കാര്യം കൂടിയുണ്ട്. കാർ സിമുലേറ്റർ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. പ്ലേ സ്റ്റോർ അതായത് പ്ലേ സ്റ്റോറിൽ കിട്ടും, പക്ഷേ പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതിൻ്റെ പകരം ജസ്റ്റ് ഈ സംഭവം ഉണ്ടേ. പ്ലേ സ്റ്റോർ ചെയ്യുന്ന പകരം മര്യാദയ്ക്ക് ഈസി ചെയ്തോ. എന്ത് ക്രോമിൽ കയറാം, ക്രോമിൽ കയറിയാൽ കിട്ടും സംഭവം. പക്ഷേ ഞാൻ ഗൂഗിൾ വഴി കയറി
നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇതാ ചാട്ടതാ. വെള്ളച്ചാട്ടത്തിൽ നിന്ന് വണ്ടീനെ ആകെ മറിച്ച് ഇയാള് ഫുള്ളും അടിച്ചൊരു സാധനം. അപ്പം എൻ്റെ വണ്ടിയൊന്നും എടുക്കണ്ട. അപ്പം ഇനി വേറൊരു വണ്ടിയും കൂടിയുണ്ട്, ബലിക്കപ്പൻ ടു ബെഞ്ചാറ സിംറൂട്ട് ഒരു ആകാശ തൊട്ടിലുണ്ട്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഇറങ്ങുന്നുണ്ട്. അപ്പം ആ വീഡിയോ നല്ലോണം കണ്ടോ, സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ആ വീഡിയോ. പിന്നെ പ്രത്യേകിച്ചിട്ട് ഞാൻ ഈ ഗെയിമിൽ ഒരു കാര്യം കൂടി പറയാൻ വിചാരിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോഡ് ടു 60 എത്തണം. അപ്പം ഇപ്പം 50 സംതിങ്ങിലാണ്. വീഡിയോ ഇടുന്ന ടൈം ആയതുകൊണ്ടാണ് 60 അത്രയും കുറച്ച് ടൈമിലാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. അപ്പം എൻ്റെ വണ്ടീൻ്റെ നൈറ്റായി, ഞാൻ നൈറ്റാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നേരം ഞങ്ങളുടെ വണ്ടി എടുത്തത്. അപ്പം ലൈറ്റ് വർക്ക്സ് ഓണാക്കിയിട്ടുണ്ട്. ഫുള്ളൊന്ന് ജില്ലാക്കിയിട്ട് എടുക്കണം, പ്രത്യേകിച്ച് പറയണ്ട. ഇനി നിങ്ങൾ കണ്ടോ. അപ്പം നമ്മുടെ ഫ്രണ്ട് കളർ കോഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ അനുസരിച്ച് പറയണ്ട, ഈ ലൈറ്റും കൂടി ഓണാക്കി വിചാരിക്കുന്നത് നമ്മൾ കുറച്ചും കൂടി അന്തസ്സുണ്ട്. ഓക്കെ, അപ്പം ഇനി കാണാം. നമ്മുടെ ഫ്രണ്ട് ഇതൊക്കെ ഭയങ്കര പക്കായിട്ട് ചെയ്തിട്ടുണ്ട് ഇവന്മാർ. വണ്ടി ഫുൾ ക്ലീൻ ആക്കിയിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പവർ ഉണ്ടാവും. പിന്നെ മേലെ കളർ കോഡ് കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട്, വൈറ്റും. ഇനി നമ്മുടെ മെയിൻ വണ്ടീൻ്റെ അകത്ത് കാണാം. ഞങ്ങൾക്ക് വണ്ടീൻ്റെ അകത്ത് നിന്ന് എത്തിയാൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ അകത്താണ് ഇത് കേട്ടോ. ഓക്കെ, കുറച്ച് ബാക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പം കുറച്ച് അത്യാവശ്യത്തിന് നിങ്ങൾക്ക് രീതി കാണാം. ഇതിപ്പോൾ ഞാൻ വണ്ടീൻ്റെ അകത്ത് ഇങ്ങനെയാണ്. അവിടെ ഓറിൻ്റെ വീട് ഒരു LED വർക്ക് ചെയ്തിട്ടുണ്ട് മരത്തിനെ കൊണ്ട്. പിന്നെ സീറ്റിൻ്റെ അടിയിൽ ഒരു നല്ലൊരു എയർ കണ്ടീഷണറും, ഇത് ലൈറ്റ് ഇങ്ങനത്തെ ടൈപ്പ് ലൈറ്റും, പിന്നെ ഡിസ്കോ ലൈറ്റ്സും, സ്പീക്കർ, പിന്നെ കുറച്ച് അത്യാവശ്യം വലിയ സ്പീക്കേഴ്സാണ്. D880ൻ്റെ 1 2 2 5 6 6 ഇപ്പം കണക്ക് കൂട്ടി 6 ഉണ്ട്, 7 8 9 10 സ്പീക്കറാണ്. 10ഉം 11 സ്പീക്കേഴ്സ് ഈ വണ്ടിയിൽ അവൈലബിൾ ആണ്. 11 മെനു ഉണ്ട് ചങ്ങായി. പിന്നെ ഈ സംഭവമില്ലേ, എന്ത് ഒട്ടിച്ചെന്തല്ലോ ഒട്ടിച്ചിട്ടിനി. പിന്നെ 12 സ്പീക്കേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ പാട്ട് വെക്കുമ്പം അത്യാവശ്യത്തിന് ഞാൻ ഗുമ്മ് ഇട്ടിട്ട്, പിന്നെ പാട്ട് വെക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ വന്ന് കഴിഞ്ഞാൽ പെടും എന്നുള്ള പേടിയിലാണ്. പിന്നെ കാണാൻ സാധിക്കും ഒരു സ്പീക്കർ അവൈലബിൾ ആണ്. അത് പറയുമ്പോൾ ഒടുക്കുന്ന സ്പീക്കറാണ്. അപ്പം അത് ഫുള്ളി ഒന്ന് കാണിച്ചു തരാം. ഇതാ ലഗേജ് പാറ്റേൺ ഉണ്ട്, ഫുള്ളി ഇങ്ങനത്തെ ടൈപ്പാണ്. പിന്നെ വണ്ടി LED കാണണ്ട, കത്തുമ്പോൾ ഒരു കത്തലുണ്ട്, അപ്പം ഞാൻ ഒന്ന് വണ്ടീൻ്റെ സൗണ്ടും മൂവ്മെൻറ്റും ഒക്കെ കാണിച്ചു തരാം. സംഭവം വെച്ചാൽ ഇങ്ങനെ എടുക്കുക, ഈസിയാണ് വണ്ടി, ഈസിയാണ് എടുക്കാൻ. എങ്ങനെ എടുക്കുക, വളച്ച് പിടിക്കും. ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രത്യേകിച്ച് നല്ല സൗണ്ട് എടുത്തരാം. ഓക്കെ, അപ്പം നിങ്ങൾ സൗണ്ട് കേട്ട് വിചാരിക്കുന്നു. അത്യാവശ്യം കുറേ വണ്ടികൾക്ക് കൊടുത്ത സൗണ്ടാണ്. അപ്പം നമുക്ക് ഈ പള്ളീൻ്റെ ഫ്രണ്ടിൽ നിന്നല്ല, ഈ വണ്ടീൻ്റെ അകത്തൊന്ന് വണ്ടി എവിടെയെങ്കിലും ഒന്ന് കയറ്റിയെടുത്തിട്ട് വെക്കാം. എന്നിട്ട് നാളെ രാവിലെ ടോ ട്രക്കിനെല്ലാം വിളിച്ചിട്ട് ഇടാം. പിന്നെ ആ പരിപാടിയിലുള്ളൂ. എന്തായാലും ടോ ട്രക്ക് ഈ റൂട്ടിൽ പോകുന്നൊരു ടോ ട്രക്കുണ്ട്. അപ്പോൾ ആ റൂട്ടിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഓപ്പണൊന്നും ആക്കില്ല. അപ്പം നമുക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പം എൻ്റെ വീടാണിത്. ശരിക്കും പറഞ്ഞാൽ ഇന്തോനേഷ്യയിൽ ഞാൻ ഈ വീട് സ്വന്തമാക്കിയതാണ്. അപ്പം ഇത് അധികം മോഡൊന്നും കയറ്റേണ്ട, എല്ലാവർക്കും കിട്ടും. അപ്പം നമുക്ക് വീട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഷെഡ്, പണ്ടത്തെ മല്ലങ്കി ഷെഡ് കണ്ടിട്ടില്ലേ,
കണ്ട ഉൾപ്പെട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ഇനി ഉൾപ്പെട്ട് ഇനി നമുക്ക് ഇവിടെ വണ്ടി ഒന്ന് സ്റ്റാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ആൻഡ് ബൈ ഫ്രം നിഹാൻ ഗെയിമിംഗ് ഗൈ.